വിജയ്ക്ക് പെർഫോം ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന സാഹചര്യം തീർച്ചയായും വളരെ നിർണായകമായിരിക്കും. ഡി എം കെക്ക് ഭൂരിപക്ഷം ഉണ്ടാവാത്ത സാഹചര്യവുമുണ്ട്, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാവാത്ത സാഹചര്യവുമുണ്ട്. അവിടെ AIDMKയും വിജയുടെ TVKയും BJPയും 3 കഷണങ്ങളായി നിൽക്കുന്ന സാഹചര്യവും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഒത്തുചേരാവുന്ന സാധ്യത അവിടെ നിലനിൽക്കുകയാണ്. കാരണം BJPയുമായി ഈ സഹകരിക്കുന്നതിന് ആ നിലയ്ക്കുള്ള എന്തെങ്കിലും വലിയ പ്രത്യയശാസ്ത്രപരമായ പ്രശ്നം ഇപ്പോൾ ഉള്ള ഒരു പാർട്ടിയല്ല TVK. AIDMKയുമായി നേരത്തെ തന്നെ ആ നിലയ്ക്ക് സഹകരിക്കുന്നതിന് അവർക്ക് പ്രത്യയശാസ്ത്രപരമായ പ്രശ്നങ്ങളില്ല. ആദ്യം മുതൽ AIDMKയ്ക്കെതിരായ വിമർശനങ്ങൾ അങ്ങനെ കാര്യമായി വിജയ് നടത്തിയിട്ടില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ആ ഘട്ടത്തിൽ വിലയിരുത്തിയിരുന്നത് ഈ AIDMKയ്ക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളുണ്ടല്ലോ, അത്തരം ആളുകൾ TVKയിലേക്ക് വരണമെങ്കിൽ അവരെ ഒറ്റയടിക്ക് AIDMKയ്ക്കെതിരെ പറയാതിരിക്കുകയാണ് നല്ലതെന്നുള്ള ഒരു ബുദ്ധി TVKയ്ക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടുകൂടിയാണെന്നാണ് പറയുന്നത്. എന്തായാലും TVK ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് എങ്ങനെ ഇത്തരം ഒരു പ്രതിസന്ധിയിൽ വിജയിയെ പോലെ രാഷ്ട്രീയത്തിൽ മുൻപരിചയമില്ലാത്ത ഒരാൾ തിരിച്ചുവരവ് നടത്തും എന്നുള്ള കാര്യത്തിൽ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും വലിയ അതായത് തന്ത്രപരമായ നീക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ പക്ഷേ ഒരു കാര്യം, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, DMK ഒറ്റയടിക്ക് ഇതിങ്ങനെ സംഭവിക്കുമെന്ന് ആദ്യം അറിയാവുന്ന പാർട്ടി DMK ആയതുകൊണ്ട് DMKയുടെ സകല പ്രചാരണവും വിജയ് BJPക്കൊപ്പം സഖ്യം ചേർന്നിരിക്കുന്നു എന്ന മട്ടിലാണ്. അത് ഒരു തിരിച്ചടിയാകുമോ എന്നും നമ്മൾ കാത്തിരുന്ന് കാണും.